സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ നീ ഫേക്ക് ഫ്രണ്ട് ബോഡി. നീ ഒരു ലൈഫിൽ ഇല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എത്രത്തോളം മനസ്സിലാക്കി എന്ന് ഇന്ന് ഇവരറിയും. അപ്പോൾ ഇവരെ കുറേ ക്വസ്റ്റ്യൻസ് ഓക്കെ സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ഐഷയാണ് വന്നിരിക്കുന്നത്. ഐഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇന്നലെ ആബ്സെൻ്റ് ആയ കുട്ടിയുണ്ട് കേട്ടോ. ഐഷ വന്നിരിക്കുന്നു ക്വസ്റ്റ്യൻസുമായിട്ട്. ഐഷ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി പറ. മൈ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ബ്ലാക്കിൽ എന്ത് ഇടും? സ്പെസിഫിക് ഔട്ട്ഫിറ്റ്. കെട്ട് വേണം നിർബന്ധം. അബായൊന്നുമല്ല, ഫ്രണ്ടിൽ ലോങ് ഡ്രസ്സസ് കെട്ട് നിർബന്ധം. എനിക്ക് വാങ്ങണം എന്ന് ഉള്ളൊരു കാര്യം ഞാൻ അതിൽ പൈസ സേവ് ചെയ്ത്. ഐ വാച്ച്. ഓക്കെ. ഫേവറേറ്റ് ഫുഡ് ഓർ കാറ്റഗറി? സ്പൈസി. അല്ല, ജങ്ക് ഫുഡ് ഓർ ടാക്കോസ് ഭയങ്കര ഇഷ്ടമാണ്. ബെസ്റ്റ് ഡേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതിൽ ബെസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര ഓർക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ദിവസം. അത് കുറേ ദിവസമുണ്ട്. ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി റൂം ബുക്ക് ചെയ്ത് അടിച്ച് പൊളിച്ച് നിന്റെ ബർത്ത്ഡേ അതല്ലേ. പിന്നെ നിക്ക് എന്ന് വെച്ചാലേ ഒരു മിനിറ്റ്, എനിക്ക് ഓക്കെ മൾട്ടിപ്പിൾ ആൻസർ അല്ല ഞാൻ ഇത്. ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നിനക്ക് കുറേ ദിവസമുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് പോയ ദിവസമാണോ നമ്മളാണ് ട്രിപ്പ് പോയത്? ടൂറിൽ ഏറ്റവും വേസ്റ്റ് ദിവസം ബാംഗ്ലൂർ പോയത് അല്ല, ബെസ്റ്റ് ഡേ. നമ്മൾ എനിക്ക് ഞാൻ പറയാം, അത് പറയൂല, എനിക്ക് നീട്ടാൻ വയ്യ. ടൂറിൽ പോയത് പൂളി ഉള്ള ദിവസം മൈസൂർ. മൈ ഫേവ് ഹോബി, എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എപ്പോഴും ചെയ്യും അത്. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യും. കോളേജിൽ വന്നാലും ഞാൻ ചെയ്യും. എവിടെ ഇരുന്നാലും ഞാൻ ചെയ്യും. ഫോണിൽ കളിക്കും. നിങ്ങൾക്ക് ഫോണില്ല ജീവിക്കാൻ പറ്റില്ല, അത് സത്യമല്ലേ? ഹോബി. ഹോബിയാണ്. ഐഷ ഇവിടെ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. മെഹന്തി അത് വലിയ ക്ലൂ ഒന്ന് തന്നിട്ടാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ്, പക്ഷേ എനിക്കത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് ചെയ്യാൻ. പക്ഷെ എന്തായാലും ചെയ്തെടുക്കും ഞാൻ. ദിസ് ഇയർ തന്നെ എനിക്കത് ചെയ്യണം. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് ചെയ്യാൻ. ഒരു കാര്യം. എന്ത് പേടി? എന്ത് കാര്യം? അല്ല, എന്താണ് ഉദ്ദേശിച്ചത്? പേടിയുണ്ട്. ഞാൻ ആലോചിക്കണേ. പേടിയുണ്ട് നിനക്ക് അത് ചെയ്യാൻ. ഒരു കാര്യം ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് പല ദിവസം പറ്റാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് അത് ചെയ്യാൻ. എനിക്ക് അത്രത്തോളം ധൈര്യം വന്നിട്ടില്ല അത് ചെയ്യാൻ. ധൈര്യമല്ല, എനിക്ക് പറ്റിയിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എന്തോന്ന് എല്ലാം എനിക്ക് അറിയാം. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ? ഓക്കെ, ഇതെങ്ങനെയാണ് ചോദിക്കണ്ടേ? എന്താണ് എനിക്ക് ഇത്രയും ദിവസമായിട്ട് കിട്ടാത്ത? ഞാൻ ശ്രമിച്ചിട്ട് അങ്ങനെ ചോദിക്കണം. എന്ന് വെച്ചാൽ കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല ലൈസൻസ്. എപ്പോഴും ചെയ്തിട്ടില്ല. ഞാൻ ടെസ്റ്റിന് പോകാറില്ല. ഡേറ്റ് വരും പക്ഷെ പോവില്ല. പേടിയാ. മൈ ഡ്രീം ഫാഷൻ ഡിസൈനർ. ഫാഷൻ ഡിസൈനർ ആവണം. ഞാൻ സ്റ്റിൽ ഡിസൈനർ ആണ്. എനിക്കിന്നത് എന്താണ് ആ ഡ്രീം? എന്താണ്? എന്താ പറഞ്ഞ? എനിക്ക് സ്വന്തമായിട്ട് ഫാഷൻ ബ്രാൻഡ് തുടങ്ങണം. പറഞ്ഞിട്ടില്ല ഇവള്. എനിക്ക് സെറ്റിൽ ആവാൻ ആഗ്രഹമുള്ള സ്ഥലം പ്ലസ് എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം. സെറ്റിൽ ആവാൻ വേറെ സ്ഥലമാണ്, പോവാൻ ഇഷ്ടമുള്ള വേറെ സ്ഥലമാണ്. അവർക്ക് ഇത് സെറ്റിൽ ആവാൻ കുറച്ച് അറബ് കൺട്രീസ് അല്ലേ? അത് ഓക്കെ ദുബായ്. അത് പറയാം. ഇഷ്ടമുള്ള സ്ഥലം ഇവർക്ക് പോവാനായിട്ട് ഇഷ്ടം പുറത്താണ്, ഇവിടെയാണ്? GCC കൺട്രീസ് അല്ല, ഇന്ത്യ അല്ല. അവർക്ക് കാനഡ. സോ കാനഡ പോണ്ട കേട്ടോ. നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇത്രേ ഉള്ളൂ. ഞാൻ 15 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
15 ക്വസ്റ്റ്യൻ. നിങ്ങൾ നേരത്തെ എന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി. ഇതൊക്കെ എന്നെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഫാഷൻ ബ്രാൻഡ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ലൈഫിൽ നിന്ന് ഇല്ല ഏറ്റവും വലിയ ആഗ്രഹം എന്റെ. എന്തോ ഐഷ ആഗ്രഹം? ഞാൻ വലിയ നിലയിൽ എത്തണമെന്നാണ് എന്റെ ഐഷയുടെ ആഗ്രഹം അല്ലേ ഐഷ? കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ പ്ലേസ്. ഹോം അല്ല, പള്ളിക്കൽ. രണ്ട് ക്വസ്റ്റ്യൻസ് ഫൈനലി നീ ശരിയായി. ഐഷ ഇവള് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് കുറച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് സമയം തന്നില്ല. പിന്നെ ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ? അപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ല ഇവളെ പറ്റി. 2 ക്വസ്റ്റ്യൻസ് 10. പക്ഷെ അവൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അടുത്ത സിയാന. ഓക്കെ, ഗൗരിയെ പറ്റി എനിക്ക് എല്ലാം അറിയാം. അടുത്ത ഗൗരിയാണ്. ഇതാണ് ഗൗരി നന്ദന. ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. നീ എന്തിന്? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഗൗരിയെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മീൻസ് എന്താണ്? മിനിയേട്ടൻ അല്ല, അതില് കാര്യമില്ല. എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിൽ പട്ടിക്കുട്ടി. അമ്മ. അങ്ങനെ പറയാ, പട്ടിക്കുട്ടി അമ്മ അങ്ങനെ പറയാ. മിനിയേട്ടൻ. തെറ്റി. മാമൻ. എപ്പോഴും പറയുള്ളൂ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവമാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബ്യൂട്ടീഷ്യൻ ആകുക, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക അല്ലേ? അത് ഓക്കെ, ശരിയാണ്. എന്റെ ഒരു ഇൻസെക്യൂരിറ്റി സംസാരം. ലൈക്ക് ഒരു നമ്മുടെ ട്രിവാൻഡ്രം സ്ലാങ് വരുമോ എന്നുള്ളൊരു സംസാരം. അപ്പം നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, എടി എനിക്ക് എന്താണ് അതിന് വെച്ചാൽ നമ്മളിപ്പം ട്രിവാൻഡ്രം സ്ലാങ് വരും, അവർക്ക് നല്ലതായിട്ട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി. എന്റെ സെലിബ്രിറ്റി ക്രഷ്. ഒരു മിനിറ്റ്, എന്താ അവന്റെ പേര്? ഖാദർ. എന്താ അല്ല, അവന്റെ പേര് ഖാലിദ് റഹ്മാൻ. യെസ്, ഖാലിദ് റഹ്മാൻ എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ആ ഡ്രൈവർ. അടുത്തത് ഇവക്ക് സെറ്റിൽ ആവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം. ഇവള് ഇടക്കിടക്ക് പറയാം അവിടെ പോയി സെറ്റിൽ ആവണം എന്നാണ് ഇവളുടെ ആഗ്രഹം. അങ്ങനെ അത് നമ്മുടെ ഇന്ത്യക്ക് ഞാൻ സ്ഥലം മലേഷ്യയാണ്. Okay, the place is Kochi and you're failed. കൊച്ചിയാ? കൊച്ചിയിൽ ബ്യൂട്ടി പാർലർ തുടങ്ങണം. അവിടുത്തെ ബ്യൂട്ടീഷ്യൻ ഗൈസ്, ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളാണ്. എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെയ്ക്ക് ഇവള് കൊച്ചി. ഞങ്ങൾക്ക് മലേഷ്യ. ഓക്കെ ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ നീ ഫേക്ക് ഫ്രണ്ട് ബോഡി. ഓക്കെ ബൈ ഫ്രണ്ട്സ്. ഒരു ക്വസ്റ്റ്യനും കൂടി, ഒരു നല്ല ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്താ ഒരു ഒരെണ്ണം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാറുണ്ട്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, വീഡിയോ എടുക്കും മുന്നേ പറഞ്ഞു നിങ്ങളെ പറ്റി എനിക്കൊന്നും അറിയില്ല. എനിക്ക് ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഒരു മിനിറ്റ് മറ്റേ ആ സിനിമയിലെ പാട്ടുണ്ടല്ലോ. സിനിമയിലെ പാട്ട് അല്ല, ആ പാട്ടിനോട് വാദിക്കല് വെള്ളരി പ്രാവ്, ആ പാട്ടാണ് ഇഷ്ടം. ആ സിനിമയുടെ പേരെന്താ? പാട്ട് പാടാം. സൂഫിയും സുജാതയും. ആ ഒരു ഇതില്ല. അപ്പൊ ഗൈസ് അടുത്ത സിയാന. യെസ്, അപ്പൊ ഗൈസ് സിയ വന്നു. സിയയുടെ ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സിയ. ഞാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം. സപ്ലൈ എഴുതിയെടുത്തിട്ട് അതല്ലേ? ശ്രമിച്ചിട്ടും പഠിച്ചിട്ടും പഠിക്കാൻ പറ്റിയിട്ടില്ല. ജയിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. അല്ല, നിക്ക് എന്ത് എന്ന് വെച്ചാല് നീ ഇത് നമ്മളെല്ലാരും പറയും വേണം വേണം വേണം. ക്വസ്റ്റ്യൻ പറയട്ടെ. പാസ് എന്താ? ലൈസൻസ് എടുക്കണം.
പറയൂലേ നമ്മള് പറയൂലേ ഇവിടെ പറയും ഇവിടെ പറയും. ശ്രമിച്ചതിപ്പം ഞാൻ വണ്ടി ഓട്ടിച്ച് പഠിച്ച് ശ്രമിച്ചു. പഠിച്ചു ഗൈസ്, വണ്ടി ഓട്ടിച്ചു, ശ്രമിച്ചു, ലൈസൻസിന് ശ്രമിച്ചിട്ടില്ല. ലേണേഴ്സ് എടുത്താ അതെനിക്കും ക്ലിയർ ആയില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കട്ടേ. ഇത് കട്ടേ. കുഴപ്പമില്ല, കട്ട് ചെയ്യണേ. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം. പട്ടി പട്ടി പട്ടിയെ കണ്ട ഓടും. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ടൈം. ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ അല്ലേ? അപ്പൊ ഞാൻ പറയുമായിരുന്നു ഇക്സ് വരുമ്പോ എനിക്കറിയായിരുന്നു ഗൈസ്, ഇക്സു ഇവളുടെ ഇത്താടെ മോനാണ്. വേറെ കാര്യമുണ്ട്, ഒരു ഒറ്റ ആൻസർ പറയാൻ ഓക്കെ ശരി, നീ മിണ്ടരുത്. മൾട്ടിപ്പിൾ ആൻസേഴ്സ്. ഞാൻ ആൻസർ പറയില്ലെങ്കിൽ നീ മിണ്ടരുത്. ഓക്കെ നെക്സ്റ്റ്. ഇതിനല്ലേ മാസത്തില് ഓക്കെ ഉറങ്ങുന്ന ടൈം. 9-10 മണിക്ക് മുന്നേ ഉറങ്ങും ഗൈസ്. അതെ, 9-10 മണിക്ക് മുന്നേ ഉറങ്ങും, എനിക്കറിയായിരുന്നു. വീട്ടിൽ പോയാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഫോൺ എടുക്കും. കിടന്ന് ഉറങ്ങി ഫോൺ എടുക്കും. ഉറങ്ങൂല, ഫോൺ എടുക്കും കളിച്ചോണ്ടിരിക്കും. നീ ചെയ്യുന്ന ഒരു കാര്യം എനിക്കിഷ്ടമല്ല, ഞാൻ എപ്പോഴും പറയും നീ ഇത് ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. അത് കൊറേ ഉണ്ടല്ലോ, എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യം. എന്താ എനിക്കറിയുന്നില്ല. റെഡ് നെയിൽ പോളിഷ്. റെഡ് നെയിൽ പോളിഷ് തന്നെ എനിക്ക് ഇഷ്ടമല്ല. എനിക്കുള്ള സംശയങ്ങളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരാൾ. അങ്ങനെയൊന്നുമില്ല, നീ എല്ലായിടത്തും ചോദിക്കുന്ന ഒരാളുണ്ട്. മിസ്സിരി ഒന്നുമല്ല, ഐഷ. ഞാൻ 3 ആൻസർ ആയേ, ഇതിലും ഇല്ല. ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കുന്ന ആരുടെ അടുത്താണ്? എൻ്റെ അടുത്താണ്. പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ചോദിച്ചോണ്ടിരിക്കും. സത്യം ഭയങ്കര ബോർ ക്വസ്റ്റ്യൻസ്. ഗൗരിയുടെ ക്വസ്റ്റ്യൻസ് കൊള്ളായിരുന്നു. അതെല്ലാം പറഞ്ഞോണ്ട് തീർന്ന ക്വസ്റ്റ്യൻ. എനിക്ക് ഒന്നും അറിയത്തില്ല നിങ്ങളെ പറ്റി. ശരി, പൊക്കോ, നമ്മളെ മനസ്സിലാക്കിയെടുക്കും. വാ എല്ലാരും വാ. ഞാൻ എല്ലാവരെയും കുറിച്ച് ഇത്രയ്ക്കാണ് മനസ്സിലാക്കിയിട്ടുള്ള. എനിക്കൊന്നും അറിഞ്ഞൂടാ സത്യമായിട്ട് ഇവരെ പറ്റി. ആരുടെ കുറച്ചൊക്കെ അറിയാം, ഒന്നേ തെറ്റുള്ളൂ. പക്ഷെ ഇല്ല, കുറച്ച് ഡീപ്പായിട്ട് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. വാ വാ എല്ലാരും വാ. അപ്പൊ ഇതായിരുന്നു. അപ്പൊ ഇനി എന്നെ പറ്റി നിങ്ങക്ക് എന്താണ്? ഇന്നലെ പറഞ്ഞില്ല. പിന്നെ ഞാൻ 2 വാക്ക് പറയും. ശ്രീതു, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ചോദിക്കാം. ഓക്കെ വാ വാ. ഞാൻ അപ്പൊ ഇവിടെ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായാലും കുറച്ച് ഇതായിട്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ആൻസർ ആയിരിക്കും. ഇതാർക്കും കൊടുക്കല്ലേ? അത് അപ്പുറത്ത് ഞാൻ വെച്ചിട്ട്. അപ്പൊ ഗൈസ്, എന്റെ അടുത്ത് ഞാൻ ഇവിടെ ചോദിക്കാറുള്ളത് എന്റെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം. അത് പെട്ടെന്ന് പറയാം. എന്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം. എനിക്ക് ഇഷ്ടപ്പെടാത്തെന്ന് വെച്ചാൽ, ആദ്യം ഇവളും ഞാനായിട്ട് ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒരു കമ്പനി ആയത്. അപ്പോൾ ഉണ്ട് ആദ്യം പറ്റൂല, എടുത്ത വായിൽ പറയും. പക്ഷെ അത് അവളെ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അത് അറിയാൻ ഞാൻ വൈകി. ഒരു ആർക്ക് വിഷമാവും അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലായി. പക്ഷെ അതൊരു അതിനൊക്കെ നല്ല അഴുക്ക സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. എന്തിനാ പറഞ്ഞു? അതല്ല, ശ്രീതു എനിക്ക് ഒന്നായിട്ട് നിർത്താൻ പറ്റൂല. പറഞ്ഞ ഒരു 3 എണ്ണം ഒരുമിച്ച് പറയേണ്ടി വരും. ശ്രീതു ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കും. ഞാൻ അതാണ് ഇതാണ്, പക്ഷെ ഒന്നുമല്ല, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. ആ ഓവർ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ചെയ്ത് 4 ആള് പറയണം എന്നൊരു ചിന്താഗതി ഇല്ല. അവൾ സ്വന്തമായിട്ട് പറയാം ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ ഇതിലൊന്നും ഈ വീഡിയോ എടുക്കാളെ നിങ്ങൾക്കൊക്കെ ഭയങ്കര നാക്കേട്ടോ. അല്ലല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. അതുമല്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ഇമോഷണൽ ആവുക, അനാവശ്യ വിഷമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ മനസ്സിലാക്കൂല. മണ്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഭയങ്കര ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുമാതിരി ഓവറാക്കും. പിന്നെ ഒരാളെയും ഒരു ലിമിറ്റ് വെച്ച് നിർത്താൻ അറിയത്തില്ല. എല്ലാരെയും തലയിൽ വെക്കും. ഇനി എന്നെ നല്ല സ്വഭാവം പറയോ ഗൈസ്? കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. ഇനി
നല്ല കാര്യം നല്ലൊരു കുട്ടിയാണ്. ഇപ്പൊ നമുക്ക് വയ്യാതെയൊക്കെ ആയാ ചോദിക്കും, കെയറിങ് ആണ്, നല്ല കെയറിങ്. നമുക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു ഒരു ആവശ്യം വന്നാൽ ഓടി എത്താൻ എനിക്ക് ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ. മീൻസ് അത് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാന്നല്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് ആവശ്യം വന്ന് ഞാൻ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നെങ്കിൽ അത് എനി കോസ്റ്റ് അത് എന്താണെങ്കിലും ഒന്നും നോക്കത്തില്ല, എൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും നോക്കത്തില്ല, ഓടിയെത്തും. എല്ലാ കാര്യങ്ങൾക്കും നല്ല ഭയങ്കര കെയറിങ് ആണ്. എന്റെ സ്വഭാവത്തിൽ മാറ്റണം എന്ന് നിങ്ങക്ക് പറയാം. ഈ പറഞ്ഞ അഴുക്ക സ്വഭാവം എല്ലാം അങ്ങ് മാറ്റിയ അല്ല എന്നല്ല വേറൊരു ഓവർ കോൺഫിഡൻസ് നിർത്ത, ഓവർ തെറ്റ് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ അതാണ്. പിന്നെ ഒരു കാര്യമുണ്ട് പറയട്ടെ. ഇവള് എപ്പോഴും വഴക്കാണ്. വഴക്കായിട്ട് ഇവള് വന്ന് അവള് അങ്ങനെയാണല്ലോ എന്നിട്ട് ഇവർ രണ്ടുപേരും അവസാനം മിണ്ടുമ്പം ഞാൻ എന്തെങ്കിലും ഇവിടെ അടുത്ത് കാര്യം പറയുമ്പോ നീ പൊടി, ഞാൻ പിണങ്ങിയിരുന്ന അവള് കുറ്റം പറയാൻ എല്ലാത്തിനും ശ്രീധുവിന്റെ അടുത്താണ് പോകുന്നത്. അല്ല ഒരു ഗൈസ്, ഞാനും ഇവള് എപ്പോഴും അടിയാണ്. പക്ഷെ നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ ആ അടിയെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ കുരുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടക്കൂല. ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ആൾക്കാര് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അങ്ങനെ പറയില്ലേ? ഇവളാ ഒരു തെറ്റായ കാര്യം പറഞ്ഞിട്ട് അത് തെറ്റ് മനസ്സിലാക്കില്ല. അവള് പറയും ഇത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. പിന്നെ ഒരു സ്ഥലം അറിഞ്ഞൂടെങ്കിലും വഴിതെറ്റിച്ച് പണ്ടാരടക്കും. പിന്നെ കൊറേ സ്ഥലത്ത് കൊണ്ട് അന്ന് നമ്മള് സിനിമയ്ക്ക് മതി മതി മതി. ദേഷ്യം കുറയ്ക്കണം, കുറച്ച് ദേഷ്യമുണ്ട്, അത് കുറയ്ക്കണം. അതെനിക്കും തോന്നിയിട്ടുണ്ട്, എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് ആണ്. അതെ, അപ്പോ ദേഷ്യം ഞാൻ ഇപ്പൊ കുറഞ്ഞില്ലേ? കുറെയൊക്കെ ഇല്ലേ? കൂടി ഉണ്ട്, കുറച്ച് അടങ്ങി ഒരു തവിക്ക്. അപ്പൊ ഗൈസ് ഇതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ പറ്റി? ഇത് ഓഫ് ചെയ്തിട്ട് അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്സ്. ഇന്നലെ ഞാനാണ് ആബ്സെന്റ്. ഇതാണ് ഗൗരി ആബ്സെന്റ് ആയിട്ടുണ്ട്. എന്റെ പേരും ഞാൻ ഇതില് എന്റെ ചാനലിന്റെ പേര് ഗൗരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ പേര് തട്ടിയെടുത്തതാണ്. എന്റെ പേര് ഇവള് കോപ്പി അടിച്ചാണ്. നിക് നെയിം ആണ് എന്റെ ഗൗരി, ഒറിജിനൽ നെയിം വേറെയാണ്. അപ്പം ഇതാണ് എന്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഇനിയും ഇങ്ങനെ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അപ്പൊ ഗൈസ് ഓക്കെ ബൈ.